ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ വാത്സല്യവും സംരക്ഷണം എപ്പോഴും അനുഭവിക്കുന്ന മക്കളായി ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്ക് അവിടുത്തോട് ചോദിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകം മുഴുവനും വേണ്ടി പിതാവ് ഒരുക്കിയ രക്ഷ നമ്മുടെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നിരന്തരമായി നമ്മെ പരിപാലിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം ഇനിയും അനുഭവിക്കാത്തവരറിയാത്തവർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ആശീർവദിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. അവിടെ ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരും ഉള്ളിലുണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ. ആയതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് പറയാം: ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 43 മുതലുള്ള തിരുവചനത്തിൽ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സംഭവം നടക്കുന്നു. ഈശോ നടന്നു പോകുന്ന വഴിയെ വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ 12 വർഷമായ രക്തസ്രാവമുണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. തലക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു? എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോയിൽ നിന്നും ശക്തി നിർഗമിച്ച ഒരു സംഭവമാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കേട്ടത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് തന്നെ വലിയൊരു ബലം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു ദൈവിക ഇടപെടൽ, അത്ഭുതമാണ് ഈ രക്തസ്രാവ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. കർത്താവിനെ സ്പർശിച്ചു കഴിയുമ്പോൾ കർത്താവിൽ നിന്നും ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരികയാണ്. അവിടെ മനുഷ്യനും ദൈവവുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. തടസ്സങ്ങളെല്ലാം മാറി ദൈവമായിട്ടൊരു ഐക്യത്തിൽ വരികയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സൗഖ്യവും ഒരു വ്യക്തിയിലേക്ക് ശക്തിയായി വരുന്ന ഒരു ബന്ധം രൂപപ്പെടണം. ഇപ്പം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം, നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം ഇത്തരത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രസാദപരവും അനുസ്യൂതമായി നമ്മളിലേക്ക് ഒഴുകുന്ന
ഒരു അനുഭവത്തിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് അത് വളരേണ്ടതാണ് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 12 വർഷമായി ആ സ്ത്രീ ഈ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധം അവളുടെ രോഗം മൂർച്ഛിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരുപക്ഷെ അറ്റകൈ പ്രയോഗമായിരിക്കാം, മറ്റു ഒരു വഴിയും കണ്ടില്ല. അവൾ ആഗ്രഹിക്കുകയാണ്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. കാരണം അവൻ്റെ അടുത്തേക്ക് വരുവാനോ, അവനോട് ചോദിക്കുവാനോ, അവൻ്റെ നേരിട്ടുള്ള ഒരു സ്പർശനത്തിനോ, അവൻ്റെ നേരിട്ടുള്ള ഒരു സൗഖ്യത്തിനോ തനിക്ക് അവകാശമില്ല. താൻ അത്തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ ഒരു സാഹചര്യത്തിൽപ്പെട്ട വ്യക്തിയാണ്. ലോകപ്രസിദ്ധ ചരിത്രകാരനായ എവ്സീബിയോസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഈ സ്ത്രീക്ക് സംഭവിച്ച ഈ അനുഭവത്തിന് സാക്ഷ്യമായി കേസറിയ ഫിലിപ്പി ദേശത്ത് ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പോലും. ഈ സ്ത്രീ തന്നെ സ്വന്തം പണം മുടക്കി തനിക്ക് കിട്ടിയ ഈ വലിയ അത്ഭുതത്തിന്, രോഗസൗഖ്യത്തിന് സാക്ഷ്യമായിട്ട് പ്രതിമ സ്ഥാപിച്ചു എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. പിന്നീട് ജൂലിയൻ രാജാവ് ആ പ്രദേശം ആക്രമിക്കുകയും അവിടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അന്യദൈവങ്ങളുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും ഇനി ജൂലിയൻ രാജാവ് തൻ്റെ തന്നെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിമകളെല്ലാം അവിടെ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ചുരുക്കത്തിൽ ചരിത്രപരമായ ഒരു വ്യക്തതയുള്ള ഒരു സംഭവമാണ് ഈ രക്തസ്രാവ സ്ത്രീയുടെ സൗഖ്യപ്പെടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ത്രീയുടെ രോഗാവസ്ഥ, രക്തസ്രാവം, അത് പഴയ നിയമത്തിൽ വളരെ ഗൗരവമായ ഒരു അവസ്ഥയായിട്ട് പരിഗണിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ലേവ്യരുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 19 മുതൽ ഇത്തരത്തിൽ അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അവൾ പുറത്തു വരാൻ പാടില്ല, ആരുമായിട്ട് സമ്പർക്കം നടത്താൻ പാടില്ല, ആരെയും സ്പർശിക്കരുത്, ആരും സ്പർശിക്കരുത്. അങ്ങനെയുള്ള വ്യക്തി ഇരുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും വന്നിരുന്നാൽ അവർ പോലും അശുദ്ധരായിരിക്കും. ഇവരുടെ അശുദ്ധിയുടെ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടി ദേവാലയത്തിൽ വരണം, ചങ്ങാലികളെ ബലി വസ്തുവായിട്ട് കാഴ്ച കൊടുക്കണം, പാപപരിഹാര ബലിയായി പുരോഹിതൻ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കും. അപ്പോൾ ഒരു പാപത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഈ ശാരീരികമായ അവസ്ഥയെ പഴയ നിയമത്തിൽ കണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒഴിവാക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ സ്ത്രീ എന്ന് നമുക്കറിയാം. അതും വർഷങ്ങളായിട്ട് 12 വർഷത്തോളം അത്തരത്തിലുള്ള അപമാനത്തിലും അവഗണനയിലും പെട്ടുകഴിഞ്ഞ വ്യക്തി. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും ആ സ്ത്രീ ഭയപ്പെട്ടു എന്ന് പറയുന്നത്. ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഭയപ്പെട്ട് ഈശ്വര അടുക്കൽ വരാൻ കാരണം അതായിരിക്കാം. താൻ ഒരിക്കലും സ്പർശിക്കാൻ പാടില്ലാത്ത, തന്നെ സ്പർശിക്കാൻ പറ്റില്ലാത്ത ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, അതുവഴി അവൻ അശുദ്ധനാക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഭയം കൂടെ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനോ പൊതുവേദിയിലേക്ക് വരുവാനോ അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത ഒരു വ്യക്തിയുടെ മേലെ ദൈവത്തിൻ്റെ കരുണ എത്രമാത്രമായിരുന്നുവെന്ന് സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം നമ്മൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില അവസ്ഥയിൽ പെട്ട് പോകാറുണ്ട്. ലജ്ജ കൊണ്ട് നമ്മൾ പറയും തല താഴ്ന്നുപോയ സമയങ്ങൾ, പരാജയത്തിൻ്റെ കനത്ത ഭാരം ഒത്തിരി പേറേണ്ടി വന്ന ചില അനുഭവങ്ങൾ, അപമാനിതമായ ചില നിമിഷങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. പരാജയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോ പറയുകയാണ്, അവർക്കൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരാം. വിശ്വാസത്തോടെ എന്നെ സമീപിച്ചാൽ അവർക്കൊക്കെ എൻ്റെ അടുക്കൽ വന്ന് സൗഖ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, അവസരമുണ്ട് എന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുക്കൽ വന്ന ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ അച്ഛോ, അപമാനം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. മറ്റൊന്നുമല്ല, കടബാധ്യത. നിവൃത്തിയോടുകൊണ്ട് പലരോടും കടം മേടിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വീട്ടുകാർ ചോദ്യം ചെയ്യുന്നു, ബന്ധുക്കൾ ചോദ്യം ചെയ്യുന്നു, കടക്കാർ ചോദ്യം ചെയ്യുന്നു. വീടും മറ്റ് സ്ഥലങ്ങളും എല്ലാം ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ച് ആ ഒരു ഭീഷണിയിലാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അപമാനിതരായി അല്ലെങ്കിൽ ലജ്ജിതരായി ഇങ്ങനെ കഴിയുകയാണ്. കാരണം വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടതായിരുന്നു എന്ന് മാത്രമല്ല
കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കമ്പനിയുടെ ഉടമയും കൂടിയായിരുന്നു ഈ കുടുംബം. അവസാനം ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു, സാമ്പത്തികമായി ബാധിതയായി. ചുരുക്കത്തിൽ പുറത്തേക്കിറങ്ങാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അവർ വിഷമിച്ചിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും സാമ്പത്തിക ബാധ്യത അത് വേറെ ആരും ഏറ്റെടുക്കുകയില്ല, വേറെ ആർക്കതിന് പരിഹരിക്കാനും പറ്റുകയില്ല. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇടപെടൽ നടത്തും. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരും ഭർത്താവും 3 കുട്ടികളും അവർ ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും കൂടുതൽ അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ കേൾക്കുന്നത് എങ്ങനെയൊക്കെയോ അത്ഭുതകരമായ രീതിയിൽ ആരിലൂടെയൊക്കെയോ ദൈവം ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ ലജ്ജിതമായ സമയം, അപമാനിതമായ സമയം, മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങുവാനോ ചോദിക്കുവാനോ പറ്റാത്ത രീതിയിൽ ഉള്ള അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇടപെടും എന്ന വലിയൊരു ബോധ്യം, ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പരിഹാരമായി. എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കപ്പെട്ടെന്ന് വരില്ല, എല്ലാ ബാധ്യതകളും പെട്ടെന്ന് തീർന്നു വരില്ല. പക്ഷേ ദൈവത്തിലുള്ള ഈ ആശ്രയബോധം, ദൈവത്തിലുള്ള വിശ്വാസം അത് മുന്നോട്ട് പോകുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു സ്ഥലത്തും പോകാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ കാര്യത്തിൽ അവൾ എല്ലായിടത്തും പോയി. മർക്കോസ് സുവിശേഷം പറയുകയാണ്, തനിക്കുള്ളതെല്ലാം അവൾ ചെലവിട്ടുകൊണ്ടാണ് അവൾ ചികിത്സിച്ചത്. പക്ഷെ അവിടെ ഒന്നും പരിഹാരമുണ്ടായിട്ടില്ല, ഒരിടത്തും സൗഖ്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാതെ, ദൈവത്തെങ്കിലേക്ക് നോക്കാതെ, നമ്മുടെ ബുദ്ധിയിലേക്കും കഴിവിലേക്കും നമ്മുടെ ശക്തിയിലേക്കും നമ്മുടെ സ്വാധീനത്തിലേക്കും നമ്മുടെ സമ്പത്തിലേക്കൊക്കെ നോക്കി അതുകൊണ്ടെല്ലാം പരിഹരിക്കാം, അതിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കാം എന്ന അബദ്ധമൊക്കെ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷേ അവസാനം ഈ സ്ത്രീ ചെയ്തതുപോലെ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെ വരുവാനുള്ളൊരു മനസ്സ് അത് എത്രയും വേഗം കാണിക്കുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുണ്ടാകും എന്ന് നമുക്കറിയാം. കാനായിലെ കല്യാണവേളയിൽ ആ കുടുംബം വല്ലാതെ അപമാനിതമായ അവസ്ഥയായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, അങ്ങോട്ട് സമയത്ത് അവർക്ക് ഭക്ഷണം തികഞ്ഞിട്ടില്ല, വീഞ്ഞ് തികഞ്ഞിട്ടില്ല, ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ നാട്ടുകാർ കളിയാക്കുന്നൊക്കെ നമുക്ക് അറിയാം. ആ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഒരു പാതിരപ്പിയോ ഷ്രൈനുണ്ട് പനമരത്ത്, ഞാൻ അവിടുത്തെ അംഗമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, പാതിരപ്പിയുടെ പേരിൽ എന്നെല്ലാം തിരുനാളുകൾ ആഘോഷിച്ചിട്ടുണ്ടോ അന്നൊന്നും ഭക്ഷണം തികഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ വിശുദ്ധന്മാരുടെ കാര്യത്തിൽ നമ്മൾ പറയും, ആ വിശുദ്ധൻ അത്ഭുതം വഴിയായിട്ട്, ഇടപെടൽ വഴിയായിട്ട് എല്ലാം ഭംഗിയായിട്ട് പോയി എല്ലാം തികഞ്ഞു വന്ന്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷമായി പാതിരപ്പിയുടെ പേരിൽ നമ്മൾ ഈ പെരുന്നാളിന് വേണ്ടി എത്രമാത്രം കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയാലും തികയാത്ത രീതിയിൽ ദൈവം ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം 2 പ്രാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇത് എങ്ങനെ ആൾക്കാരോട് പറയും. ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞു, ഇങ്ങനെയാണ് പാതിരപ്പിയുടെ മാധ്യസ്ഥ ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്, നമ്മൾ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി തികഞ്ഞിട്ടില്ല, നമുക്ക് അല്പം കൊണ്ട് കാത്തിരിക്കാം, എല്ലാവർക്കും ഭക്ഷണം കിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാവരും സമൃദ്ധിയിലേക്ക് നയിച്ചു എന്ന് അതൊരു വശം. പക്ഷെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടി വരും. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി, അല്ലെങ്കിൽ ലജ്ജ തോന്നി. ഈ ആളുകളുടെ എങ്ങനെ നമ്മൾ പറയും, നമ്മൾ മോശമായി പോയല്ലോ. പക്ഷെ ഒന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നു അത്രയും ആളുകളെ, നമ്മുടെ എല്ലാ കണക്കിനും പ്രതീക്ഷയ്ക്കും ഉപരിയായ ആളുകളെ വിശുദ്ധ പാതിരപ്പയുടെ മധ്യസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഭക്ഷണം തികയാത്തത് മാത്രമല്ല, മറിച്ച് ഇത്രയും ആളുകളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത്രയും ആളുകളെ കൊണ്ടുവന്നത് അത് ദൈവികമായ ഒരു അത്ഭുത പ്രവൃത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കരുതുകയാണ് ഭക്ഷണം തികയാതെ പോയതും ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ഏതായാലും കാനായിലെ കല്യാണവേളയിൽ അങ്ങനെ കുറവുണ്ടായപ്പോൾ ആ കുടുംബത്തിൽ ലജ്ജ തോന്നി, അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആ സമയത്ത് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. അമ്മ ഇടപെട്ടെന്ന് പറഞ്ഞു, ഇത് പരിഹരിക്കാൻ പറ്റിയ ഒരാളുണ്ട്, ഇതിന് സുവിശേഷം മുഴുവൻ വെക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം വായിക്കുന്ന ഏതൊരു വ്യക്തിയോടും വചനം പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരേ ഒരാളുണ്ട്, നിങ്ങളുടെ രോഗങ്ങളുടെ മേലെ നിയന്ത്രണമുള്ള ഒരാളുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ പറ്റിയ ഒരാളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ വേദനയായിട്ട് കണക്കാക്കുന്നത്, അപമാനമായിട്ട് കണക്കാക്കുന്നത്, കഷ്ടപ്പാടായിട്ട് കണക്കാക്കുന്നത്, അവിടെയെല്ലാം ഉത്തരം കൊടുക്കുവാനും പരിഹാരം കൊടുക്കുവാനും പറ്റിയ ഒരാളെ ഉണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ഈശോയെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ലോകമെന്നും ഈ തികയാത്ത അവസ്ഥയിലാണ്, ലോകമെന്നും ഈ അരക്ഷിതാവസ്ഥയിലാണ്. ലോകം മുഴുവനും ഇങ്ങനെ വേദനിക്കുന്ന അവസ്ഥയിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്.
ഈ സ്ത്രീയിലൂടെ സംഭവിക്കുന്ന വലിയ ഇടപെടലും അതുതന്നെയാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ അറിയണം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അല്ലെങ്കിൽ പരിഹാരം പറയുവാൻ, പരിഹാര പ്രവൃത്തി അത് പരിഹരിക്കുവാൻ കഴിവുള്ള കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ? ഒരുപക്ഷെ വേദനിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, തകർന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ഞാൻ എന്തെല്ലാം ആശ്വാസ വാക്കുകൾ കൊടുത്താലും, ഏതെല്ലാം രീതിയിൽ ഞാൻ കൗൺസിലിംഗ് നടത്തിയാലും, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്താലും, ഇത് പരിഹരിക്കുവാൻ ശക്തിയുള്ള കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് ഞാൻ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ, ഞാൻ ആ വ്യക്തിയെ നയിച്ചില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കതിനുള്ള ശേഷിയൊന്നുമില്ല. ഈ സ്ത്രീ കാണിച്ചതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുക, പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുക. വേറെ ആർക്കും ഈ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിവില്ലെന്ന് സാധിക്കുമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. നമുക്ക് ചില സിദ്ധികളുണ്ടായിരിക്കാം, നമുക്ക് ചില പ്രത്യേക വരങ്ങളുണ്ടായിരിക്കാം. അതൊന്നും ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. അതൊന്നും എൻ്റെ മുമ്പിൽ വരുന്ന, നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമല്ല. ആ പരിഹാരം കർത്താവായ ഈശോയാണ്. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 6-7 തിരുവചനം നമുക്കറിയാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവ് ദൈവം നമ്മുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. ഏത് കാര്യമാണേലും ശ്രദ്ധാലുവാണ്. ആ യേശുവിൻ്റെ ശ്രദ്ധയാണ് ഇന്നത്തെ അത്ഭുതത്തിൽ നമ്മൾ കാണുന്നത്. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഈശോ ഈ സ്ത്രീയെ ശ്രദ്ധിക്കുന്നു. നമ്മൾ ചിലപ്പോഴെങ്കിലും തമാശയായിട്ട് പറയാറുണ്ട്, സ്വർഗത്തിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രാർത്ഥനകളും അറിഞ്ഞ് കേട്ട് പരിഹരിക്കുവാൻ ദൈവത്തിന് സമയമില്ല എന്ന് തമാശയായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, എൻ്റെ നിങ്ങളുടെ വെപ്രാളവും ഈ തിരക്ക് പിടിച്ച ജീവിതം കാരണം സ്വർഗത്തിൽ ഭയങ്കര തിരക്കാണ്. പക്ഷേ ആ തിരക്കിനിടയിലും വ്യക്തിപരമായിട്ട് എന്നെ നിങ്ങളെയും ശ്രദ്ധിക്കുവാൻ, എന്നെ നിങ്ങളെയും പരിഗണിക്കുവാൻ കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം തിക്കിലും തിരക്കിലും പെട്ട് സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്ന, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കല്ല കർത്താവ് ഈശോ വിളിച്ചിരിക്കുന്നത്. ഏത് തിരക്കിനിടയിലും ഏത് ബഹളത്തിനിടയിലും നമ്മളെ വ്യക്തിപരമായി കാണുവാൻ, നമ്മുടെ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ള കർത്താവ് ഈശോയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാ പറഞ്ഞ പോലെ, നമ്മൾ വെറുതെ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. നമ്മൾ ഓരോരുത്തരും ഒരു ചിന്തയുടെ ഫലമാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും അത്യാവശ്യക്കാരാണ്. അപ്പോൾ വെറുതെയുള്ള പാഴായിപ്പോയ ജീവിതത്തിന് ഉടമയായിട്ടല്ല ഞാനും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്. മറിച്ച് നമ്മളെല്ലാം ആഗ്രഹിക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരും നമ്മളെല്ലാം ചിന്തിക്കപ്പെട്ടവരും പിന്നെ നമ്മളെല്ലാവരും അത്യാവശ്യക്കാരുമാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ ദൈവത്തിൻ്റെ ശ്രദ്ധ എൻ്റെയും നിങ്ങളുടെ മേലെ അനുനിമിഷം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ഇപ്പോൾ തിരക്ക് കൂട്ടുന്നവരെയൊക്കെ, ബഹളം വെക്കുന്നവരെയൊക്കെ അതൊന്നുമല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. അതിനിടയിൽ പെട്ടുപോകുന്ന, ഒരുപക്ഷെ ഏകാന്തതയിലേക്ക് പോകുന്ന, നമ്മൾ പറയുന്ന ഒറ്റപ്പെട്ടു പോകുന്ന, അവഗണിക്കപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയുടെ മേലെയും ദൈവത്തിൻ്റെ നിതാന്തമായ ജാഗ്രത, ശ്രദ്ധയുണ്ട് എന്ന് നമ്മൾ അത്ഭുതത്തോടെ ഓർക്കേണ്ടതാണ്. അതേസമയം തന്നെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം, നമ്മൾ ആരെയാണ് പരിഗണിക്കുന്നത്? ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് വരുവാൻ, ഈ നമ്മൾ പറയും മെയിൻ സ്ട്രീമിലേക്ക് വരുവാൻ വിമുഖതയായി നിൽക്കുന്ന, അവകാശമില്ലാത്ത, അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഈശോ പരിഗണിക്കുന്നു. ഈശോ എല്ലായ്പ്പോഴും പരിഗണിക്കുന്നുണ്ട്. എങ്കിൽ ഞാനും നിങ്ങളും പരിഗണിക്കുന്ന ആരെയാണ്? സ്വാധീനമുള്ളവരെ, സമ്പത്തുള്ളവരെ, കഴിവുള്ളവരെ, അധികാരമുള്ളവരെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും അനുഗമിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഫാൻസ് അസോസിയേഷൻ നമുക്കറിയാം. ഇന്നേ വരെ ലോകത്ത് ഒരു ദരിദ്രൻ്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടില്ല. ഇന്നേ വരെ ലോകത്ത് ഒരു രോഗിയുടെ പേരിൽ ഇങ്ങനെയുള്ള ഫാൻസ് ഗ്രൂപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നമ്മൾ കരുതുന്ന ചില ആളുകളുടെ പ്രത്യേക സ്വഭാവമുള്ള, വശ്യതയുള്ള ആളുകളുടെ പിന്നാലെയാണെന്ന് ഓർക്കുമ്പോൾ ഈശോ വ്യത്യസ്തനാണ്. ഈശോ എല്ലായ്പ്പോഴും വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തതയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ആ വ്യത്യാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ദൈവത്തിൻ്റെ ഈ സ്വഭാവം, അവൻ ചുങ്കക്കാരുടെ കൂടെയായിരുന്നു, അവൻ പാപികളുടെ കൂടെയായിരുന്നു, അവനവരുടെ പക്ഷം പിടിച്ചിരുന്നു, അവനവരുടെ സുഹൃത്തുക്കളായിരുന്നു. ഈശോ കൃത്യമായ പക്ഷമുണ്ടായിരുന്നു.
അവഗണിക്കപ്പെട്ടവരെ പക്ഷം പിടിച്ചവനാണ്, വേദനിക്കുന്നവരുടെ പക്ഷം പിടിക്കുന്നവനാണ്, ആരുമില്ലാത്തവർക്ക് തുണയായി തന്നെ പക്ഷം പിടിച്ചവനാണ്. ഇതുതന്നെയാണ് ഒരു ക്രൈസ്തവ പക്ഷചേരൽ എന്ന് നമ്മൾ മറന്നു പോകണ്ട. സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നവർ, സൗന്ദര്യത്തിൻ്റെ പേരിൽ അവഹേളിക്കപ്പെട്ടവർ, ബുദ്ധിയുടെ പേരിൽ അപമാനിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ, ഒരു തെറ്റിൻ്റെ പേരിൽ അപമാനിതരായ ആളുകളൊക്കെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, ആരും സ്വീകരിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. അവരെയാണ് ഈശോ ക്ഷണിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലും അതിലൂടെ കടന്നു പോകാൻ സാധിക്കും. അപ്പൻ്റെ മദ്യപാനം മൂലം മക്കൾ തകരുന്നു, ജീവിത പങ്കാളിയുടെ ഈ മോശമായ ജീവിതം വഴി കുടുംബം തകരുന്നു, മക്കളുടെ ദുശീലം വഴി അപമാനിതമാകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവരെ പരിഗണിക്കുവാൻ ആരും ശ്രദ്ധിക്കാത്തവർ, ഒരുപക്ഷെ വൃദ്ധരായ മാതാപിതാക്കന്മാർ, ഒരുപക്ഷെ രോഗിയായി തീർന്ന ജീവിത പങ്കാളി, ഒരുപക്ഷെ പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ശ്രദ്ധിക്കുവാൻ, ഇവരെയൊക്കെ പരിഗണിക്കുവാൻ നമുക്ക് ഒരു വലിയ ഉൾവിളി ഉണ്ടായിരിക്കണം. അത് ദൈവദത്തമാണ്, ദൈവിക സ്വഭാവമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമാണുള്ളത്? ഈ കാരുണ്യ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ പരിഗണിക്കുവാൻ, ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ നമ്മുടെ മുമ്പിൽ പെട്ട് നിൽക്കുന്ന ഈ വ്യക്തികളെ ബുദ്ധിപൂർവ്വം അവഗണിക്കുകയാണോ? പാവപ്പെട്ടവനെയും വഴിവെക്കിൽ കിടക്കുന്നവനെയും വഴിയോരത്ത് അപകടത്തിൽപ്പെട്ടവനെയും നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവനെയും തള്ളിക്കളയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ രീതിയിലല്ല പോകുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക ഉചിതമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ യേശു പക്ഷം പിടിച്ചതുപോലെ പക്ഷം പിടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമല്ല, ആ സ്ത്രീയെപ്പോലെ വിശ്വാസത്തോടെ അവനെ സമീപിക്കുവാനും അവനെ കേൾക്കുവാനും അവനെ സ്പർശിക്കുവാനും സാധിക്കുമ്പോൾ അവൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. ആ ശക്തി നമ്മളെ വിശുദ്ധീകരിക്കും, ആ ശക്തി നമ്മളെ സൗഖ്യപ്പെടുത്തും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.